Hello students, welcome to Maths class. അടുത്തതിന് fifth question. The sum of the dates of 2 Sundays in a month is 11. What day of the week is the first of that month? അപ്പോൾ question ഇതാണ്. Sum of the dates of 2 Sundays. അതായത് 2 ഡേയ്സ്, ഒരു മാസത്തിലെ 2 സൺഡേകളുടെ ഡേറ്റുകൾ തമ്മിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് 11 കിട്ടും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദ ഫസ്റ്റ് ഓഫ് ദാറ്റ് മന്ത്? ആ മാസത്തിലെ 1-ാം തീയതി ഏത് ദിവസമാണ്? മൺഡേ ആണോ, ട്യൂസ്ഡേ ആണോ, വെനസ്ഡേ ആണോ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ ഒന്നും കൂടെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു കലണ്ടറിന്റെ സഹായത്തോടെ. അപ്പൊ നമ്മളൊരു എക്സാമ്പിളിന് ഒരു കലണ്ടർ എടുക്കുന്നു. ഈ കലണ്ടറിൽ നോക്കിയേ, സൺഡേ എന്ന് പറയുന്നത് ഈ റെഡ് മാർക്കിൽ വന്നിരിക്കുന്നതാണ് സൺഡേ. അടുത്ത മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഇങ്ങനെയാണല്ലോ കലണ്ടർ. അപ്പൊ അവിടെ സൺഡേയിൽ നോക്കി 1-ാം തീയതി സൺഡേ ആണ്, പിന്നെ 8-ാം തീയതി സൺഡേ, 15 സൺഡേ, 22 സൺഡേ, 29 സൺഡേ. ഇവിടെ നോക്കി 1-ഉം 8-ഉം രണ്ട് അടുപ്പിച്ച് വരുന്ന 2 സൺഡേകള് 1-ാം തീയതിയും 8-ാം തീയതിയാണ്. അപ്പൊ 1-ഉം 8-ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 9 വരും അല്ലെ? 8 + 1 9 വരും. അതുപോലാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 സൺഡേകൾ, അതായത് ഒരു മാസത്തിലെ 2 സൺഡേകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ടാണ് ആ മാസത്തിലെ 1-ാം തീയതി ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 2 സൺഡേകളുടെ സമ്മ് 11 വരണം. അതായത് 2 സൺഡേകളുടെ സമ്മ് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഡേറ്റിന്റെ സമ്മ് ആഡ് ചെയ്യുമ്പോൾ 11 ആൻസർ കിട്ടണം. 11 ആൻസർ കിട്ടണമെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. നമുക്കറിയാം, ഒരു സൺഡേ കഴിഞ്ഞ് അടുത്ത സൺഡേ ആവാൻ എത്ര ദിവസം കഴിഞ്ഞേ വരുള്ളൂ? അപ്പൊ ഒരു ദിവസം സൺഡേ കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പോഴേ അടുത്ത സൺഡേ വരുള്ളൂ അല്ലേ? ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത സൺഡേ വരുള്ളൂ. അപ്പം 1-ാം തീയതി സൺഡേ ആണെങ്കിൽ 7 ദിവസം കഴിഞ്ഞ്, അതായത് 1 2 3, ഇപ്പൊ 1 ആണെങ്കിൽ 2 3 4 5 6 7 8. അപ്പം 1-നോട് 7 ആഡ് ചെയ്യുന്ന ദിവസം അതായിരിക്കും അടുത്ത സൺഡേ വരുന്നത്. അപ്പൊ 1-ാം തീയതി കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞേ അടുത്ത സൺഡേ വരുള്ളൂ. 8 കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ്, അതായത് 15, 8 + 7 15 ആയിരിക്കും സൺഡേ വരുന്നത്. അതുപോലെ 15 കഴിഞ്ഞു +7 ചെയ്യുമ്പോഴായിരിക്കും അടുത്ത സൺഡേ വരുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ ഇത് വെച്ചാണ് 2 സൺഡേകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടണം. അങ്ങനെ ഏത് 2 നമ്പേഴ്സ് എടുക്കുമ്പോഴാണ് 11 കിട്ടുന്നത്? അപ്പൊ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടണം. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 7 ആയിരിക്കണം. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട നമ്പേഴ്സ്. അപ്പം കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഏതോ 2 നമ്പേഴ്സ് ഉണ്ട്, ആ 2 നമ്പേഴ്സിലെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടണം. അവർ തമ്മിലുള്ള ഡിഫറൻസ്, അവർ തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് 7 ആയിരിക്കണം. അങ്ങനെ വരുന്ന ഏത് നമ്പർ ആണുള്ളത് നമുക്ക് നോക്കാം. 11 ആയിട്ട് നമുക്ക് സമ്മ് 11 ആയിട്ട് കിട്ടുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി 11 സമ്മായിട്ട് കിട്ടുന്ന, സമ്മ് 11 ആയിട്ട് കിട്ടുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? ഫസ്റ്റ് 1-ന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1-നോട് ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുന്നത്? 1 + 10 ആണ് 11 അല്ലേ? ഓക്കെ, ഇനി അടുത്തത് 2-നോട് ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് 11? 2 + 9 ആണ് 11. ഓക്കെ, അടുത്തത് 3-നോട് ഏത് ആഡ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുന്നത്? 3 + 8 ആണ് 11. അതുപോലെ 4 + 7 = 11 ആണ്. 5 + 6 = 11 ആണ്. ഇനി 6 എടുക്കുമ്പോൾ 6 + 5 then 7 8 9 10 എല്ലാവരും വന്നു. ഇനി ഈ നമ്പറിനകത്ത്, ഇതിനകത്ത് ഏതോ 2 നമ്പേഴ്സ്, അപ്പം 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടി. ഇനി ഈ 2 നമ്പേഴ്സിൽ ഏതോ 2 നമ്പേഴ്സിന്റെ ഡിഫറൻസ് 7 ആണ്. അപ്പൊ അവരാണ് നമ്മുടെ ആൻസർ. ഓക്കെ, 1-ഉം 10-ഉം 1-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 10 - 1 9 ആണ്. അപ്പൊ അതല്ല, ഡിഫറൻസ് 9 ആണ്. ഡിഫറൻസ് നമുക്ക് 7 വരണം. അടുത്ത 2 നമ്പേഴ്സിനെ എടുത്തു, 9-ഉം 2-ഉം. 9-ഉം 2-ഉം ആഡ് ചെയ്ത് കഴിയുമ്പോൾ 11 ആണ്. 9-ന്റെയും 2-ന്റെയും ഡിഫറൻസ് എത്രയാണ്? 9 - 2 7 ആണ്. അപ്പൊ നമ്മൾ അന്വേഷിച്ച 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2-ഉം 9-ഉം ആണ്. അപ്പൊ 2-ഉം 9-ഉം ആണ് ആ നമ്പേഴ്സ്. അതായത് 2 സൺഡേകളായിട്ട് വരുന്നത് നമ്മൾ കണ്ടു. 2 സൺഡേകളുടെ സമ്മ് 11 വരണം എന്ന് പറയുമ്പോൾ നോക്കി, ഈ സൺഡേ ഞാൻ 2 ആയിട്ട് എടുക്കുന്നു, സൺഡേ ഞാൻ 2 ആയിട്ട് എടുക്കുന്നു. അടുത്ത സൺഡേ 2 + 7 9 ആയിരിക്കും. ഇതിന്റെ 2ന്റെ സമ്മ് എന്തുവാണ്? 11 ആണ്. അപ്പൊ ആ ഡേറ്റ് വരുന്നത് നമുക്ക് മനസ്സിലായി. ഏതോ ഒരു മാസത്തിലെ 2-ാം തീയതി സൺഡേ ആണ്, 9-ാം തീയതി സൺഡേ ആണ്.
അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദ ഫസ്റ്റ് ഓഫ് ദാറ്റ് മന്ത്. അങ്ങനെയാണെങ്കിൽ 1-ാം തീയതി, ഈ മാസത്തിലെ 1-ാം തീയതി ഏതായിരിക്കും? അപ്പൊ 2-ാം തീയതി സൺഡേ ആണെങ്കിൽ 1-ാം തീയതി എന്തായിരിക്കും? സാറ്റർഡേ. അപ്പൊ 1-ാം തീയതി സാറ്റർഡേ ആയിരിക്കും. അപ്പൊ ആൻസർ നമുക്ക് എന്തെഴുതാം? ഫസ്റ്റ് ഓഫ് ദാറ്റ് മന്ത് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ദാറ്റ് മന്ത്, ആ മാസത്തിലെ 1-ാം തീയതി എന്ന് പറയുന്നത് ഏത് ഡേ ആയിരിക്കും? നമുക്ക് പറയാം സാറ്റർഡേ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ടൈംസ് ഈച്ച് ഡേ ഓഫ് ദ വീക്ക് ഒക്കേഴ്സ് ദിസ് ഇയർ? വിച്ച് ഡേ ഒക്കേഴ്സ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ്? അപ്പൊ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ പാർട്ട് നമുക്ക് ചെയ്യാം. ഹൗ മെനി ടൈംസ് ഈച്ച് ഡേ ഓഫ് ദ വീക്ക് ഒക്കേഴ്സ് ദിസ് ഇയർ? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ വർഷം, അതായത് 2024 എന്ന് പറയുന്ന ഈ വർഷത്തിൽ ഹൗ മെനി ടൈംസ് ഈച്ച് ഡേ ഓഫ് ദ വീക്ക്, അതായത് ഓരോ ദിവസവും, ആഴ്ചയിലെ ഓരോ ദിവസവും എന്ന് പറയുമ്പോൾ സൺഡേ ഉണ്ട്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഈ ദിവസങ്ങളെല്ലാം ഈ വർഷം എത്ര തവണയാണ് ഒക്വർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര തവണയാണ് കലണ്ടറിൽ വരുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം മൺഡേകൾ, എത്ര മൺഡേകൾ ഈ വർഷം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, എത്ര സൺഡേ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, എത്ര ട്യൂസ്ഡേ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ നിങ്ങൾ സാറ്റർഡേ വരെ കണ്ടുപിടിക്കണം. ഇത് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാനൊരു കലണ്ടർ എടുക്കുന്നു. ഈ കലണ്ടറിൽ ജനുവരി മുതൽ തുടങ്ങുകയാണ്, ജനുവരി മുതൽ എണ്ണി തുടങ്ങുകയാണ്. 2024 കലണ്ടർ അല്ല, ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കുക എല്ലാവരും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എത്ര സൺഡേ ഉണ്ട്, ഈ വർഷം എത്ര സൺഡേ ഉണ്ടെന്ന് എണ്ണാൻ പോവാണ്. അപ്പൊ നോക്കുമ്പോൾ ജാനുവരി തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ജാനുവരിയിൽ 5 സൺഡേ ആണ്, 12 സൺഡേ ആണ്, 19 സൺഡേ ആണ്, 26 സൺഡേ ആണ്. അപ്പൊ നോക്കി എത്ര സൺഡേസ് ഉണ്ട് ഈ മാസം. ആദ്യം തന്നെ 1, 2, 3, 4. അപ്പൊ 4 സൺഡേസ് ഉണ്ട്. അപ്പൊ ജാനുവരി തന്നെ എനിക്ക് 4 സൺഡേസ് കിട്ടി. ജാനുവരിയിൽ 4 സൺഡേസ് കിട്ടി. ഇനി അടുത്ത് ഞാൻ ഫെബ്രുവരി എടുക്കുന്നു. ഫെബ്രുവരി എന്ന് പറയുമ്പോൾ അടുത്ത മാസമായി. ഫെബ്രുവരിയിൽ എത്ര സൺഡേ ഉണ്ട്? 1, 2, 3, 4. എഗെയിൻ ഫെബ്രുവരിയിൽ 4 സൺഡേ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ എന്ത് നോക്കണം? അടുത്ത മാസം മാർച്ചിലേക്ക് പോകണം. അടുത്ത മാസം മാർച്ചിലേക്ക് പോയി. മാർച്ചിലേക്ക് പോകുമ്പോൾ 1, 2, 3, 4, 5 സൺഡേ ഉണ്ട്. അടുത്ത് എന്തെടുക്കണം? ഏപ്രിൽ ഇതുപോലെ എണ്ണി നോക്കണം. മെയ് എണ്ണി നോക്കണം. ജൂൺ, ജൂലൈ, അങ്ങനെ ഡിസംബർ വരെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ ആ വർഷം ജനുവരി, ഫെബ്രുവരി അപ് ടു ഡിസംബർ വരെ എത്ര സൺഡേസ് ഉണ്ടെന്ന് എണ്ണി നോക്കി അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സൺഡേസ്, എത്ര സൺഡേസ് ആ വർഷം ഉണ്ടായിരുന്നു എന്നുള്ളത് കിട്ടും. അപ്പൊ 2024 ഇങ്ങനെ ടോട്ടൽ എത്ര സൺഡേ, എത്ര മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അപ് ടു സാറ്റർഡേ വരെ എത്ര ദിവസങ്ങളുണ്ടെന്നാണ് ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങളതൊരു കലണ്ടറിന്റെ സഹായത്തോടെ എണ്ണി തിട്ടപ്പെടുത്തി കണ്ടുപിടിക്കുക. അപ്പൊ 2024 കലണ്ടർ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ടോട്ടൽ നമ്പർ ഓഫ് സൺഡേസ് എന്ന് പറയുന്നത് 52 ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് മൺഡേസ് 53, ട്യൂസ്ഡേ 53, വെനസ്ഡേ 52, തേഴ്സ്ഡേ 52, ഫ്രൈഡേ 52 ആൻഡ് സാറ്റർഡേ 52. അപ്പൊ നമ്മളോട് പറഞ്ഞ ആദ്യത്തെ പാർട്ടിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഈ വർഷം 2024 ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങളും എത്ര തവണയാണ് ഒക്വർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് പാർട്ട് ഇതാണ്, വിച്ച് ഡേ ഒക്വേഴ്സ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ്? ഏറ്റവും കൂടുതൽ തവണ ഒക്വർ ചെയ്യുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ നോക്കിയേ, ഇവിടെ 52, 53, 53, 52, 52, 52. ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ഏതൊക്കെയാ? ഈ മൺഡേയും ഉണ്ട്, ട്യൂസ്ഡേയും ഉണ്ട് അല്ലെ? അപ്പൊ മൺഡേയും ട്യൂസ്ഡേയും ആണ് ഏറ്റവും കൂടുതൽ തവണ ഒക്വർ ചെയ്തത്. അപ്പൊ നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ ആയിട്ട് എഴുതാം മൺഡേ ആൻഡ് ട്യൂസ്ഡേ. അപ്പൊ മൺഡേയും അതുപോലെ ട്യൂസ്ഡേയും ആണ്. മൺഡേ and Tuesday occurs the most in 2024. 2024 അതായത് നമ്മൾ ഈ വർഷത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 2024 എടുത്തത്. 2024 ഏറ്റവും കൂടുതൽ ഒക്വർ ചെയ്യുന്നത് മൺഡേയും ട്യൂസ്ഡേയും ആണ്. അങ്ങനെയാണെങ്കിൽ അവസാനം ഒരു ചോദ്യം കൂടി. ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ, അതായത് 52, 53, 53, 52, 52, 52, 52 ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര ഡേയ്സ് ആയിരിക്കും വരുന്നത്? അറിയാം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 2024 2024 മൊത്തം ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും വരുന്നത്? 366 ഡേയ്സ് ആയിരിക്കും. കാരണം എന്താണ്? 2024 ഒരു ലീപ്പ് ഇയർ ആയതുകൊണ്ട് നമുക്ക് 366 ഡേയ്സ് ആയിരിക്കും വരുന്നത്.
അപ്പം നമ്മുടെ ചാപ്റ്റർ വിത്ത് ദ ടൈംസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം.